ഹായ്, അയല നല്ല ടേസ്റ്റുള്ള അയലാണല്ലോ നോക്കാതെ ചെറിയൊരു അയല ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണ്ട, നമ്മളെ വീഡിയോ കാണുന്നത് മാത്രം അറിഞ്ഞാൽ മതി. അയലിൻ്റെ ഈ ഒരു ഡോട്ട് കണ്ട, ഈ ഡോട്ട് കണ്ട, ഇത് കണ്ട, ഈ ഡോട്ട് കണ്ട, ഈ ഡോട്ടുള്ള അയല, ഈ ഡോട്ടുള്ള അയലക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഡോട്ടുള്ള അയലക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതില്ലാത്ത ഈ ഡോട്ടില്ലാത്ത അയലുണ്ട് കേട്ടോ. കണ്ട, ഈ അയലക്ക് ഡോട്ട് വരുന്നില്ല, ഈ അയലക്ക് കൂടെ ഡോട്ടൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് ഡോട്ടില്ലാത്ത അയിലാണ്, ഇത് ഡോട്ടുള്ള അയിലാണ്. ഡോട്ടുള്ള അയിലേക്ക് നല്ല ഈ കണ്ട, ഈ ഡോട്ട് കണ്ട, ഈ ഡോട്ട് കണ്ട, ഇതിനൊക്കെ ഡോട്ടുണ്ട്, ഇതിനൊക്കെ ഡോട്ടുണ്ട്. ഈ ഡോട്ടുള്ള അയിലൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിന് ഡോട്ടില്ല, കണ്ടാൽ എല്ലാം അയിലാണ്. കണ്ടാൽ ഇതിനേക്കാളും ഈ അയിലക്കാളാണ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അയിലക്കാൾ നല്ല ഈ അയിലക്കാൾ നല്ല സ്റ്റൈലാണ് ഈ അയിലക്ക്. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു അത്ര കളറില്ല, നല്ല കളറുള്ളത്. അപ്പോൾ ഇതിനേക്കാൾ നല്ല സ്റ്റൈലുണ്ട് ഈ അയിലക്ക്. ഇത് നല്ല സ്റ്റൈലുള്ള അയിലാണ്, പക്ഷെ ടേസ്റ്റ് ഈ അയിലൊക്കെ ഉണ്ടാവണ്ട. ഒന്നും കൂടെ ഞാൻ കാണിച്ചത് ഇതാ, ഒന്ന് ഡോട്ടിനകത്ത് ഇതിനകത്തൊന്നും ഇത് വരുന്നില്ല, ഇതിനകത്തൊന്നും ഡോട്ട് വരുന്നില്ല. ഡോട്ടില്ലാത്ത അയിലുണ്ട്, ഡോട്ടുള്ള അയിലുണ്ട്. ഇത് രണ്ട് കയ്യിലും രണ്ടയില വെച്ചത്. ഡോട്ടില്ലാത്ത അയില, ഡോട്ടുള്ള അയില. അപ്പം മറക്കണ്ട. ഇതേപോലെ ഡോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയിലൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ഓരോ ഷോപ്പിൽ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ആളുകൾ ഇവിടെ പിടിച്ച് അമർത്തണം, അല്ലെങ്കിൽ ഇവിടെ പിടിച്ച് ഇങ്ങനെ അമർത്തുന്നു. ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ അമർത്തിയിട്ടുണ്ടെങ്കിൽ ആ മീൻ പെട്ടെന്ന് ക്ഷീണം തോന്നും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് പിടിച്ച് അമർത്തുക. ഇവിടെ പിടിച്ച് അമർത്തുമ്പോൾ ഇതേപോലെ ബ്ലഡ് വന്നാൽ നല്ല ഫ്രഷാണ്. അങ്ങനെ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയില്ല. നിങ്ങളെ ബ്ലഡ് വരണം അമർത്തുമ്പോൾ നല്ല ഫ്രഷാണ്. ഈ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ അയാൾ നല്ല ഫ്രഷാണ്. നമ്മൾ ഒരിക്കലും അതിൻ്റെ ഇവിടെ പിടിച്ച് അമർത്തരുത്. ഇവിടെ പിടിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ മീൻ ചീഞ്ഞ് പോകുള്ളൂ. മീൻ കേടുന്ന് പോകും, ചീഞ്ഞില്ല, സോറി, മീൻ കേടുന്ന് പോകുള്ളൂ. ആ ഷോപ്പിൻ്റെ ആളുകൾക്ക് അത് നഷ്ടം വരും ചെയ്യും, അത് പ്രതീക്ഷിക്കുകയും ചെയ്യും. കുറച്ചൊരു സ്ട്രോങ് ഉള്ള ഷോപ്പിൻ്റെ സെയിൽസ്മാൻമാരൊക്കെ പറയും, നിങ്ങൾ വാടക വാങ്ങിയത് എനിക്ക് പൊക്കോന്ന്. അപ്പോൾ ആ മീൻ ഇവിടെ പൊട്ടി വിചാരിച്ചോ, നമ്മളിങ്ങനെ ഇവിടെ അമർത്തുമ്പോൾ ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ വേറെ കസ്റ്റമർ വന്നാൽ ഇപ്പോൾ ആ മീൻ വാങ്ങില്ല. പൊട്ടിയത് നമ്മൾ കണ്ടപ്പോണ്ടില്ല വാങ്ങാൻ ചെയ്യുന്നില്ല. അപ്പോൾ അയാൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ പിടിച്ച് അമർത്തി കഴിഞ്ഞെങ്കിൽ ബ്ലഡ് ഇങ്ങനെ വരും. എത്ര അമർത്തിയാലും ബ്ലഡ് ഇത് അമർത്തിയാൽ മതി. അപ്പോൾ ആർക്കും നഷ്ടമില്ല, ഷോപ്പിൻ്റെ ആർക്കും നഷ്ടമില്ല, നമുക്ക് നഷ്ടമില്ല. പിന്നെ വളരെ കണ്ണും കൂടെ നോക്കാനുണ്ട്. കണ്ണ് നല്ല ക്ലീൻ ചെയ്ത് നോക്കും. ചിലപ്പം നമ്മൾ സ്റ്റോർ ചെയ്ത് വരുന്ന മീനൊക്കെ അത് ചിലപ്പോൾ ഉണ്ടാവും കണ്ണിൽ പ്രശ്നമില്ലാന്നില്ല. കണ്ണുമേൽ എന്ത് ചെയ്യണം, അല്ല നോക്കാൻ നിൽക്കേണ്ട. അതിൻ്റെ മത്തിൻ്റെയും അതിൻ്റെ കണ്ണ് നോക്കിയത് നമുക്ക് പെട്ടെന്നായിരിക്കും. എന്നാലും നമുക്ക് കണ്ടാൽ നമുക്ക് ഏറെക്കുറൊക്കെ മനസ്സിലാവും. ഇങ്ങനെ അമർത്തി വയ്ക്കാൻ മനസ്സിലാവും. ഒന്നില്ല ഇപ്പോൾ അമർത്തിയിട്ട് ഈ വാങ്ങാൻ ഒന്നുകൂടെ അമർത്തിയത് അമർത്തിയിട്ട് ബ്ലഡ് ഇങ്ങനെ വരും, ബ്ലഡ് ഇങ്ങനെ വരും. അമർത്തിയാൽ ബ്ലഡ് ഇങ്ങനെ വരും. ഒന്നുകൂടെ ഈ മീൻ കാണിച്ചത് ഇങ്ങനെ അമർത്തി ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വരും. ഇതിങ്ങനെ ബ്ലഡ് വന്നാൽ ആ മീൻ നല്ല ഫ്രഷാണ്. ബ്ലഡ് വന്നാൽ കേട്ടോ നല്ല ഫ്രഷ് മീനാണ്. മറക്കണ്ട, നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ അയല വാങ്ങുമ്പോൾ അയല നല്ല ഇതേപോലെ നല്ല അമർത്തിയ നല്ല ടമ്പർ ഇല കിട്ടും. പക്ഷേ അതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ പേപ്പർ കഴിക്കുന്ന വരുന്നത്, പേപ്പർ തിന്നണ വരുന്നുണ്ടാവും. അപ്പോൾ അതിലേക്ക് ടേസ്റ്റ് കിട്ടാനുള്ള ജുഗാറാണ് ഈ സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ആന്ധ്രായിലുണ്ട്. ആന്ധ്രായില നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ നിൽക്കില്ല, അത് വളഞ്ഞിട്ട് പോകും. അതിന് ടേസ്റ്റ് ഉണ്ടാവും. ആന്ധ്രായില എന്തെങ്കിലും ഇത് എല്ലാ അതിലേക്ക് നിൽക്കുന്നത് നല്ല നമ്മളെ കേരളത്തിലൊക്കെ വരുന്ന അതിലെന്ന് ഇങ്ങനെ പിടിച്ചാൽ സ്റ്റെഡിക്ക് നിൽക്കും. ആന്ധ്രായില ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ വളഞ്ഞു പോകും. എന്താ ചെയ്തിട്ട് അത് ഫ്രഷ് അല്ലൊന്നുമില്ല. പിന്നെ ഇങ്ങനെ വളഞ്ഞു പോകുന്ന അയിലയുടെ കൂടുതൽ അതിൻ്റെ കണ്ണും കൂടെ റെഡ് കളറാണെന്നില്ല അയില ചീഞ്ഞ അയിലായിരിക്കും. അല്ലെങ്കിൽ ഡേറ്റ് അധികമുള്ള എന്താ പറയുക സ്റ്റോക്ക് ആയിട്ടുള്ള അയിലായിരിക്കും. അത് വാങ്ങാതിരിക്കുക. അതായത് നല്ല ഫ്രഷ് അയിലാണെന്ന് വിചാരിച്ചു. നല്ല ഫ്രഷ് അയിലൻ്റെ കണ്ണ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫ്രഷ് അയിലൻ്റെ കണ്ണ് നോക്കുക. കണ്ണ് നോക്കിയിട്ട് കണ്ണ് നല്ല ക്ലീനാണ്. അതിലെങ്ങനെ വളഞ്ഞിട്ട് ആ മീൻ ഫ്രഷ് അല്ലാന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഫ്രഷ് അയില നമ്മൾ കേരളത്തിൽ തമിഴ്നാട്ടിൽ കിട്ടുന്ന ഫ്രഷ് അയില ഇങ്ങനെ പിടിച്ചതല്ല. ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ നിൽക്കും. അയില ഫ്രഷ് ആവുന്നത് ഇങ്ങനെ പിടിച്ചാൽ നിൽക്കും. ഇങ്ങനെ നിൽക്കണം അയില ശരിക്കും. അപ്പോൾ നോക്കുമ്പോൾ അയില ഇതെല്ലാം ഫ്രഷ് അയിലുണ്ട്. ഇങ്ങനെ പിടിച്ചാൽ നിങ്ങൾ നിൽക്കുന്ന അയില. നമ്മളിപ്പോൾ നല്ല ഫ്രഷ് അയിലുണ്ട്. നമ്മുടെ ഷോപ്പിൽ എല്ലാ അയില അവൈലബിൾ ആണ്. അപ്പോൾ മറക്കണ്ട.